ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഗുരുജി അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷ് ഗുരു വഴികാട്ടി എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ജ്ഞാനധളമാണ്. ഗുരുവിനോട് അടുപ്പം തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് അതിനുത്തരവാദി. നിങ്ങളുടെ മനസ്സ്, അഹംഭാവം ഇവയൊക്കെയാണ് അതിനുള്ള തടസ്സങ്ങൾ. ഔപചാരികവും അനൗപചാരികവുമായ തലങ്ങളിൽ നിന്നുള്ള ആശയപ്രകടനം നടത്തിയാൽ ഗുരുവുമായി അടുപ്പമുണ്ടാകില്ല. അങ്ങേക്ക് സുഖമാണോ? അങ്ങ് എവിടെ പോകുന്നു? അങ്ങേക്ക് എങ്ങനെയുണ്ട്? എന്നിങ്ങനെയുള്ള ഔപചാരികവും ഉപരിപ്ലവവുമായ സംഭാഷണങ്ങൾ ഗുരുവിനോട് വേണ്ട. പകരം നിങ്ങളുടെ ജീവിതത്തിലെ അഗാധതകളിൽ നിന്നുള്ള കാര്യങ്ങൾ ഹൃദയം തുറന്ന് സംസാരിക്കണം. സ്ക്വാഷിൻ്റെ വില എത്രയാണ് തുടങ്ങിയ ചോദ്യങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾക്കുള്ളത് പങ്കിടൂ. ഇതെല്ലാം മോശമാണ് എന്ന് പറഞ്ഞ് വിധിക്കാതിരിക്കൂ. എത്ര ചീത്തയായാലും അത് സ്വീകരിക്കാൻ ഗുരു തയ്യാറാണ്. നിങ്ങൾ എങ്ങനെയുള്ള ആളായാലും അദ്ദേഹം നിങ്ങളെ ആലിംഗനം ചെയ്യും. നാണിക്കുകയോ ലജ്ജിക്കുകയോ സ്വയം വിലയിരുത്തുകയോ ചെയ്യാതിരിക്കൂ. നിങ്ങൾക്ക് ഗുരുവിനോട് അടുപ്പം തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഗുരു ഉണ്ടായിട്ടൊരു കാര്യവുമില്ല. അത് മറ്റൊരു ഭാരം മാത്രമായി മാറും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഭാരങ്ങൾക്കൊരു കുറവുമില്ല. അതുകൊണ്ട് വിട പറഞ്ഞ് പിരിഞ്ഞുകൊള്ളൂ. ചോദ്യം: പല കളികളിലൂടെയും ഞങ്ങളെ അകറ്റി നിർത്താൻ അങ്ങ് ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് ഞങ്ങൾക്കടുക്കാൻ കഴിയുക? ശ്രീ നിങ്ങളെ അകലേക്ക് തള്ളി മാറ്റുകയോ ശകാരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അടുപ്പം തോന്നുകയാണ് വേണ്ടത്. കാരണം അവഗണിക്കുക എന്നത് കൂടുതൽ ശ്രമകരമാണ്. പൊതിയാനെടുക്കുന്ന വെറുമൊരു കടലാസ് കഷ്ണത്തെയോ പൂപാത്രത്തിലിരിക്കുന്ന ഒരു പൂവിനെയോ പോലും അവഗണിക്കാൻ കഴിയാത്ത ഗുരുവിന് നടക്കുകയും സംസാരിക്കുകയും ശ്വസിക്കുകയും ചെയ്യുന്നവരും തനിക്ക് വേണ്ടപ്പെട്ടവരുമായവരെ എങ്ങനെ അവഗണിക്കാൻ കഴിയും? ഈ സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ഗുരുവിനോട് അടുപ്പം തോന്നും. ചോദ്യം: ഞങ്ങൾ എല്ലാ ആഴ്ചയും അങ്ങയെ ഫോൺ ചെയ്യട്ടെ? കെന്നി: ഗുരുജിയെ എല്ലാ ആഴ്ചയും വിളിക്കുകയും അദ്ദേഹം മറുപടി നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. ശ്രീ അതെ, അങ്ങനെ തന്നെ മനസ്സിലാക്കൂ. ശരി. ഗുരുവിൻ്റെ ആനന്ദവും ചേതനയും പങ്കിടാൻ വേണ്ടിയാണ് നിങ്ങൾ ഗുരുവിനോടൊപ്പം ഉണ്ടാകേണ്ടത്. അത് സത്യമാകണമെങ്കിൽ നിങ്ങൾ നേരത്തെ നിറച്ചു വച്ചിരിക്കുന്ന നിങ്ങളുടെ കപ്പ് ശൂന്യമാക്കേണ്ടിയിരിക്കുന്നു. പങ്കിടാൻ അദ്ദേഹം തയ്യാറാണ്. ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പങ്കിടലാണ് വേണ്ടത്.